രാജകൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളെക്കാൾ കൃഷ്ണന്റെ പാദങ്ങളിലെ ധൂളിയെ പ്രണയിച്ചവൾ, വിഷത്തെ പോലും അമൃതാക്കി മാറ്റിയ അചഞ്ചലമായ ഭക്തിയുടെ പ്രകാശം. അതാണ് മീര, ഭക്തമീര. ലോകം തരാത്ത ശാന്തി ഭഗവാന്റെ പാദങ്ങളിൽ നമ്മെ കാത്തിരിക്കുന്നു. അധികാരവും സമ്പത്തുമുള്ള ഒരു രാജാവ് തന്റെ കിരീടത്തെക്കാൾ വലുത് ഭഗവാന്റെ പാദപീഠമാണെന്ന് ഇതിലൂടെ പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സത്യമുണ്ട്. നമ്മുടെ ഓരോ ശ്വാസവും ആ ഭഗവാനിലേക്കുള്ള ദൂരമാണെന്ന്. പ്രണയത്തിന് പല മുഖങ്ങളുണ്ട്, പക്ഷേ സർവവും മറന്ന് ദൈവത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന പ്രണയത്തിന് ഒരേ ഒരു പേർ മീര, ഭക്തമീര. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മീരയുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്. ലോകം മുഴുവൻ നമ്മെ തനിച്ചാക്കിയാലും നമ്മുടെ ഉള്ളിലെ ഗിരിധരൻ നമ്മെ ചേർത്ത് പിടിക്കും. കൊട്ടാരത്തിലെ ആഡംബരങ്ങൾക്കിടയിലും മീര കണ്ടത് ഭൗതികമായ സമ്പത്തല്ല, മറിച്ച് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലെ അനശ്വരമായ ശാന്തിയാണ്. നമ്മൾ എല്ലാവരും ജീവിതത്തിൽ എന്തൊക്കെയോ നേടാൻ ഓടുകയാണ്. സമ്പത്തും പദവിയും സൗകര്യങ്ങളും നമുക്ക് ചുറ്റും കുന്നുകൂടുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ശൂന്യത ബാക്കിയാവുന്നുണ്ടോ? എങ്കിൽ മേവാറിലെ ആ മണിമാളികയുടെ ഉള്ളിൽ മീര അനുഭവിച്ച അതേ മധുരമായ ദാരിദ്ര്യം നമ്മളും തിരിച്ചറിയാം. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കൊട്ടാരത്തിലെ മണിമാളികകളും നവരത്നങ്ങൾ പതിച്ച തൂണുകളും ഒരു പെൺകുട്ടിയെ വരവേൽക്കുമ്പോൾ അവൾ തിരഞ്ഞത് മറ്റൊന്നായിരുന്നു. ലോകം മുഴുവൻ സമൃദ്ധിയുടെ നടുവിൽ നിൽക്കുമ്പോഴും ആത്മീയമായ ഒരു ദാരിദ്ര്യം അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇവർക്ക് എന്താണ് ഇത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്തത്? എന്തൊരു ഭംഗിയാണ് ആ വരനെ കാണാൻ. എല്ലാ പെൺകുട്ടികൾക്കും ഇതുപോലൊരു വരനെ കിട്ടുമെന്ന് ദാസി പറയാറുണ്ടല്ലോ. എനിക്ക് ഇപ്പോ തന്നെ വേണം നല്ലൊരു വരനെ. മേവാറിലെ കൊട്ടാരക്കെട്ടുകളിൽ ആ 5 വയസ്സുകാരിയുടെ വാക്കുകൾ മുഴങ്ങിക്കേട്ടു. താഴെ വഴിയിലൂടെ കടന്നു പോകുന്ന വിവാഹ ഘോഷയാത്രയിലെ സർവാലങ്കാര വിഭൂഷിതനായ ആ വരനെ കണ്ടപ്പോൾ കുഞ്ഞു മീരയുടെ ഉള്ളിൽ ഒരു പിടിവാശി വിരിഞ്ഞു. തനിക്ക് ഇപ്പോൾ തന്നെ ഒരു വരനെ കിട്ടണം. പലരും പലതും പറഞ്ഞു നോക്കി. മോളെ, നല്ല വരനെ പെട്ടെന്നൊന്നും കിട്ടില്ല. ഇതിലും സുന്ദരനായ ഒരാളെ ഞങ്ങൾ നിനക്ക് തേടിപ്പിടിച്ചു തരാം, സമയമാവട്ടെ. എവിടെ? കുഞ്ഞു മീരയുടെ കാതിൽ ഇതൊന്നും കയറുന്നില്ല. അവൾ ഒരേ ഒരു പിടിവാശിയിൽ ഉറച്ചു നിന്നു. ആ 5 വയസ്സുകാരിയുടെ നിഷ്കളങ്കമായ വാശിയോടെ അമ്മയുടെ സാരിത്തുമ്പിൽ തൂങ്ങിക്കൊണ്ട് വിടർന്ന കണ്ണുകളോടെ ചോദിച്ചു, അമ്മേ, എല്ലാവർക്കും വരന്മാരുണ്ടല്ലോ, ആരാണ് എന്റെ വരൻ? അമ്മ ചിരിച്ചുകൊണ്ട് പൂജാമുറിയിലെ മുരളീധരന്റെ വിഗ്രഹം ചൂണ്ടിക്കാട്ടി, ദാ നോക്കൂ മോളെ, ഈ നിൽക്കുന്ന ഗിരിധര ഗോപാലനാണ് നിന്റെ വരൻ. വന്ദേ മുകുന്ദമരവിന്ദദളായതാക്ഷം കുന്ദേന്ദു ശംഖദർശനം ശിശുഗോപവേഷം ഇന്ദ്രാദിദേവഗണവന്ദിത പാദപീഠം വൃന്ദാവനാലയമഹം വസുദേവസൂനും. ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള അചഞ്ചലമായ ഭക്തിയും ശരണാഗതിയും പ്രകടിപ്പിക്കുന്ന അതിമനോഹരമായ സംസ്കൃത സ്തുതിയാണ് മുകുന്ദാഷ്ടകം. ഭക്തി പ്രസ്ഥാനത്തിലെ 12 ആഴ്വാർമാരിൽ പ്രമുഖനായ കുലശേഖര ആഴ്വാറാണ് ഇതിന്റെ രചയിതാവ്. 8-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കേരളത്തിന്റെ ഭാഗമായിരുന്ന മഹോദയപുരം, അതായത് കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന ചേര രാജാവായിരുന്നു അദ്ദേഹം. ഭക്തിയുടെ ഉത്തുംഗാവസ്ഥയിൽ അദ്ദേഹം തന്റെ രാജ്യാധികാരങ്ങൾ ഉപേക്ഷിക്കുകയും വൈഷ്ണവ ഭക്തിയുടെ പ്രചാരകനായി മാറുകയും ചെയ്തു. മുകുന്ദാഷ്ടകത്തിലെ 8 ശ്ലോകങ്ങളും ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുന്നതിലുപരി ലൗകിക സുഖങ്ങളിൽ നിന്ന് മോചനം നേടി ഭഗവാന്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കാനുള്ള ആത്മാവിന്റെ ദാഹത്തെയാണ് വരച്ചു കാട്ടുന്നത്. അധികാരവും സമ്പത്തുമുള്ള ഒരു രാജാവ് തന്റെ കിരീടത്തെക്കാൾ വലുത് ഭഗവാന്റെ പാദപീഠമാണെന്ന് ഇതിലൂടെ
പ്രഖ്യാപിക്കുന്നു. മുകുന്ദാഷ്ടകം 1-ാം ശ്ലോകം അവസാനിക്കുന്നത് ഭഗവാൻ വൃന്ദാവനത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മീരയുടെ കഥയും അവസാനിക്കുന്നത് അവിടെയാണ്. മേവാറിലെ കൊട്ടാരത്തിൽ നിന്നും വിഷപാത്രങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് അവൾ ഓടിയെത്തിയത് തന്റെ പ്രിയതമന്റെ ഈ വൃന്ദാവനത്തിലേക്കായിരുന്നു. മുകുന്ദാഷ്ടകത്തിന്റെ ആദ്യത്തെ 4 വരികൾ വന്ദേ മുകുന്ദമരവിന്ദദളായതാക്ഷം, താമരപ്പൂവിന്റെ ഇതൾ പോലെ വിടർന്ന കണ്ണുകളുള്ള മോക്ഷം നൽകുന്നവനായ മുകുന്ദൻ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. കുന്ദേന്ദു ശംഖദർശനം ശിശുഗോപവേഷം, മുല്ലപ്പൂവ്, ചന്ദ്രൻ, ശംഖ് എന്നിവയെ പോലെ ശുഭ്രമായ വെളുത്ത കാന്തിയുള്ളവനും ഗോപബാലന്റെ വേഷം ധരിച്ചവനുമായ കൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു. ഇന്ദ്രാദിദേവഗണവന്ദിത പാദപീഠം, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്ന പാദപീഠത്തോടു കൂടിയവനെ, അതായത് സകല ദേവന്മാരും ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു എന്നർത്ഥം. വൃന്ദാവനാലയമഹം വസുദേവസൂനും, വൃന്ദാവനത്തിൽ വസിക്കുന്നവനും വസുദേവരുടെ പുത്രനുമായ ആ പരമാത്മാവിനെ ഞാൻ വന്ദിക്കുന്നു. ഈ ശ്ലോകം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് ആ ഗിരിധര ഗോപാലന്റെ അതിമനോഹരമായ രൂപമാണ്. എന്നാൽ ഈ വരികൾ വെറും ഒരു വർണ്ണനയല്ല, മറിച്ച് ഒരാളുടെ ആത്മസമർപ്പണത്തിന്റെ കഥ കൂടിയാണ്. രാജസ്ഥാനിലെ മേവാർ കൊട്ടാരത്തിന്റെ അന്തഃപുരങ്ങളിൽ ഒരു കൊച്ചു പെൺകുട്ടി ഈ ശ്ലോകം ഉരുവിടുമായിരുന്നു. അവൾക്ക് ചുറ്റും സ്വർണവും വൈരവുമുണ്ട്. പക്ഷേ അവളുടെ കണ്ണുകൾ തിരഞ്ഞത് ഈ ശ്ലോകത്തിൽ പറയുന്ന ശിശുഗോപവേഷം ധരിച്ച ആ ഇടയ ബാലനെയായിരുന്നു. കൊട്ടാരത്തിലെ രാജകുമാരിയായി ജനിച്ചിട്ടും അവൾ തന്നെ വിളിച്ചത് ആ വസുദേവ പുത്രന്റെ ദാസി എന്നായിരുന്നു. ലോകം മുഴുവൻ വണങ്ങുന്ന ആ പാദപീഠത്തിൽ, ഇന്ദ്രാദിദേവഗണവന്ദിത പാദപീഠം, തന്റെ കണ്ണുനീർ കൊണ്ട് അഭിഷേകം ചെയ്യാൻ അവൾ കൊതിച്ചു. മറ്റുള്ളവർക്ക് അദ്ദേഹം ഒരു ഭഗവാനായിരുന്നപ്പോൾ അവൾക്ക് അദ്ദേഹം തന്റെ പ്രിയതമനായിരുന്നു. വിഷം നൽകിയപ്പോൾ പോലും അവൾ മടിച്ചില്ല. കാരണം അവളുടെ ഉള്ളിൽ ഈ ശ്ലോകത്തിന്റെ മുകുന്ദൻ, മുക്തി നൽകുന്നവൻ ഉണ്ടായിരുന്നു. ആ വിഷം പോലും അമൃതായി മാറിയതും അതുകൊണ്ട് തന്നെയാണ്. ഒടുവിൽ ലോകം മുഴുവൻ കൈവിട്ടപ്പോൾ ഈ ശ്ലോകം പാടിക്കൊണ്ട് അവൾ ദ്വാരകയിലെ വിഗ്രഹത്തിലേക്ക് ലയിച്ചു ചേർന്നു എന്നാണ് പറയുന്നത്. അന്ന് ആകാശത്ത് നിന്ന് വീണ് വെറും ഒരു പൂവല്ല, മറിച്ച് യുഗങ്ങളായി ആ രൂപത്തെ പ്രണയിച്ച ഒരു ആത്മാവിന്റെ സമർപ്പണമായിരുന്നു. അതെ, ആ ഗിരിധര ഗോപാലൻ തന്റെ പ്രാണനാക്കിയ ആ ഭക്ത ശിരോമണി മീരാബായി. മീരയ്ക്ക് ഏകദേശം 5 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അമ്മ മരിക്കുന്നത്. അതിനുശേഷം അധികം വൈകാതെ കൗമാര പ്രായത്തിൽ തന്നെ പിതാവായ രത്തൻ സിംഗും യുദ്ധക്കളത്തിൽ വെച്ച് വീരമൃത്യു വരിച്ചു. AD 1527 മുഗൾ ചക്രവർത്തി ബാബറും മേവാറിലെ റാണാ സംഗയും തമ്മിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ ഖാൻവാ യുദ്ധത്തിൽ തന്റെ രാജ്യത്തിനും ധർമ്മത്തിനും വേണ്ടി ധീരമായി പോരാടിയ അദ്ദേഹം ആ പോർക്കളത്തിൽ വെച്ച് രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു. ഈ അപ്രതീക്ഷിത വിയോഗം മീരയുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള ആഘാതം ഉണ്ടാക്കുകയും ലൗകികമായ ബന്ധങ്ങളെക്കാൾ ആത്മീയതയിലേക്ക് അവളെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്തു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞു മീര വളർന്നത് മുത്തച്ഛനായ റാവു ദൂതാജിയുടെ സംരക്ഷണത്തിലായിരുന്നു. മേരട്ടയിലെ ആ കൊട്ടാരമുറ്റത്ത് മീരയുടെ ദുഃഖം അലിഞ്ഞു പോയത് മുത്തച്ഛൻ പകർന്നു നൽകിയ ഭക്തിയുടെയും വാത്സല്യത്തിന്റെയും അടിത്തട്ടിലായിരുന്നു. ഭൗതികമായ നഷ്ടത്തെക്കാൾ വലുതാണ് ആത്മീയമായ സമ്പാദ്യമെന്ന് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ കുഞ്ഞുമോൾക്ക് കാട്ടിക്കൊടുത്തു. തന്റെ കൊച്ചുമോൾക്ക് മുത്തച്ഛനായ റാവു ദൂതാജി നൽകിയ ഏറ്റവും വലിയ സമ്മാനം സ്വർണമോ വജ്രമോ ആയിരുന്നില്ല, പകരം ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള ആഴത്തിലുള്ള ഭക്തിയായിരുന്നു. മുത്തച്ഛന്റെ അചഞ്ചലമായ വിഷ്ണു ഭക്തിയാണ് മീരയുടെ ഉള്ളിലും കൃഷ്ണ പ്രേമത്തിന്റെ വിത്തുകൾ പാകിയത്. അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട അവൾക്ക് ഒരിക്കലും കൈവിടാത്ത ഒരു പിതാവായും സുഹൃത്തായും ഗിരിധര ഗോപാലനെ അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുത്തു. ദുഃഖം ഭക്തിയായി മാറിയ നിമിഷങ്ങൾ.
മുത്തച്ഛന്റെ വിരലുകൾ പിടിച്ച് ഭജനാലയങ്ങളിലൂടെ നടന്നു നീങ്ങിയ മീര തന്റെ ഏകാന്തതയെ ഈശ്വരനോടുള്ള സംവാദമാക്കി മാറ്റി. ആ കൈകൾ അവൾക്കു നൽകിയത് കേവലം സംരക്ഷണമല്ല, മറിച്ച് ലോകം ഇന്നും പാടി പുകഴ്ത്തുന്ന ആ മഹാഭക്തയുടെ ആത്മീയ അടിത്തറയായിരുന്നു. അങ്ങനെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ തേങ്ങലുകൾ മുത്തച്ഛന്റെ തണലായി ലോകം മുഴുവൻ അലയടിക്കുന്ന മനോഹരമായ ഭജനകളായി രൂപാന്തരപ്പെട്ടു. കാലം നിശബ്ദമായി കടന്നുപോയപ്പോൾ തന്റെ വിരലിൽ തൂങ്ങി നടന്ന ആ കൊച്ചു ബാലിക ഒരു പൂർണ്ണചന്ദ്രനെ പോലെ യൗവനത്തിലേക്ക് ഉദിച്ചുയരുന്നത് ആ വൃദ്ധനായ മുത്തച്ഛൻ കൗതുകത്തോടെയും വാത്സല്യത്തോടെയും നോക്കി നിന്നു. റാവു ദൂതാജിയുടെ കണ്ണുകളിൽ അവൾ വെറുമൊരു രാജകുമാരിയായിരുന്നില്ല, മറിച്ച് ഭക്തിയുടെ സുഗന്ധം പരത്തുന്ന ഒരു സ്വർഗീയ പുഷ്പമായിരുന്നു. യൗവനത്തിന്റെ ശോഭയിൽ മീരയുടെ മാറ്റങ്ങൾ അദ്ദേഹം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി. ദിവ്യമായ ലാളിത്യം, ലൗകികമായ ആഭരണങ്ങളോ രാജകീയമായ സുഖഭോഗങ്ങളോ മീരയെ ആകർഷിച്ചില്ല. അവളുടെ യൗവനം പൂത്തുലഞ്ഞത് കൃഷ്ണ പ്രേമത്തിന്റെ തണലിലായിരുന്നു. കണ്ണുകളിൽ കാമനകൾക്ക് പകരം ഗിരിധര ഗോപാലനോടുള്ള അഗാധമായ അനുരാഗം നിറഞ്ഞു നിന്നു. തന്റെ പൊന്നോമന ഒരു യുവതിയായി വളർന്നത് ആ മുത്തച്ഛനെ ഒരേ സമയം സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. അവളുടെ ആത്മീയമായ ഉന്മാദം ലോകത്തിന്റെ കണ്ണിൽ എങ്ങനെയായിരിക്കുമെന്ന ഒരു അമ്മയുടെ കരുതൽ ആ മുത്തച്ഛന്റെ ഉള്ളിലും നിഴലിച്ചു. കളിക്കൂട്ടുകാരെ തേടേണ്ട പ്രായത്തിൽ കുഞ്ഞു മീര ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ ഭജനകൾ പാടി നൃത്തം ചെയ്യുന്നത് അദ്ദേഹം വിസ്മയത്തോടെ നോക്കി നിന്നു. തന്റെ സംരക്ഷണത്തിൽ വളർന്ന ആ മകൾ ഇപ്പോൾ ഭൗതിക ലോകത്തെക്കാൾ ആത്മീയ പ്രപഞ്ചത്തിലാണ് ജീവിക്കുന്നതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വാർദ്ധക്യത്തിന്റെ അവശതകളിലും കുഞ്ഞു മീരയുടെ മുഖത്ത് ആ സ്വർഗീയ തേജസ് കാണുമ്പോൾ താൻ പാകിയ ഭക്തിയുടെ വിത്ത് ഒരു മഹാസൗരഭമായി മാറുന്നത് ആ അപ്പൂപ്പന്റെ ഹൃദയം മനസ്സിലാക്കി. വർഷങ്ങൾ തെന്നി നീങ്ങിയപ്പോൾ മീര ഒരു മുഗ്ധയായ ബാലികയിൽ നിന്നും വശ്യലാവണ്യമുള്ള ഒരു യുവതിയായി പരിണമിച്ചു. ഉദയസൂര്യന്റെ പൊൻകിരണങ്ങൾ ഏറ്റുവാങ്ങുന്ന മൺതുള്ളി പോലെ അവൾ തിളങ്ങി. അവളുടെ മിഴികളിൽ കൃഷ്ണഭക്തിയുടെ ആഴവും മുഖത്ത് പൂർണ്ണചന്ദ്രന്റെ തെളിച്ചവും കുടികൊണ്ടു. മീരയുടെ ഈ വളർച്ച അവളുടെ പിതാമഹനായ റാവു ദൂതാജിയുടെ ഉറക്കം കെടുത്തി തുടങ്ങി. മാറുന്ന ഋതുക്കൾക്കൊപ്പം മീരയുടെ സൗന്ദര്യം പാരമ്യത്തിലെത്തിയപ്പോൾ ആ വൃദ്ധന്റെ ഹൃദയം ആശങ്കകളാൽ നിറഞ്ഞു. വെറും ഒരു രാജകുമാരി എന്നതിലുപരി ഭക്തിയുടെയും നിഷ്കളങ്കതയുടെയും മൂർത്തിമത് ഭാവമായ മീരയ്ക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തുക എന്നത് അദ്ദേഹത്തിന് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു നിയോഗമായി മാറി. അങ്ങനെ നമ്മുടെ കുഞ്ഞു മീര ഒരു നറുപുഷ്പം പോലെ വിടർന്നു, വിലസി, ഒരു തങ്കപ്രഭ പോലെ ജ്വലിച്ചു നിന്നു. ശരത്കാല ചന്ദ്രന്റെ കാന്തിയുള്ള മുഖവും കാർമേഘം തോൽക്കുന്ന നീളൻ കേശഭാരമും കരുണ തുളമ്പുന്ന താമര കണ്ണുകളുമായി അവൾ ഒരു ദേവതയെ പോലെ ശോഭിച്ചു. അവളുടെ ഓരോ ചുവടിലും ഒരു സംഗീതമുണ്ടായിരുന്നു, ഓരോ വാക്കിലും ഒരു പ്രാർത്ഥനയും. മീരയുടെ അസാധാരണമായ സൗന്ദര്യവും അതിലുപരി അവളിൽ ആഴ്ന്നിറങ്ങിയ തീവ്രമായ കൃഷ്ണഭക്തിയും ആ പിതാമഹനെ വല്ലാത്തൊരു കുഴപ്പത്തിലാക്കി. സാധാരണ ലോകത്തിന്റെ നിയമങ്ങൾക്കൊന്നും വഴങ്ങാത്ത, സദാസമയവും തന്റെ ഗിരിധര ഗോപാലനെ ധ്യാനിച്ചിരിക്കുന്ന ആ ബാലികയ്ക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ കണ്ടെത്തുക എന്നത് അദ്ദേഹത്തിന്റെ കഠിനമായ ഒരു ദൗത്യമായിരുന്നു. ഭൂമിയിലെ ഏതു രാജകുമാരനാണ് സ്വർഗീയമായ ഈ സൗന്ദര്യത്തിനും ഭക്തിക്കും അർഹനാകുക എന്ന ചോദ്യം അദ്ദേഹത്തെ രാപ്പകൽ അലട്ടി. ലോകത്തിന്റെ കുടിലതകൾ അറിയാത്ത പ്രപഞ്ചനാഥനെ മാത്രം പ്രണയിക്കുന്ന ഈ പൂവിനെ ഏതു കൈകളിലാണ് താൻ സുരക്ഷിതമായി ഏൽപ്പിക്കേണ്ടത് എന്ന ചിന്ത അദ്ദേഹത്തിന്റെ രാത്രികളെ നിദ്രാവിഹീനമാക്കി. ഒരു വശത്ത് മീരയുടെ ലാവണ്യം ലോകത്ത് മുഴുവൻ ആകർഷിക്കുമ്പോഴും മറുവശത്ത് അത് തന്റെ കടമകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായി ആ വൃദ്ധനെ വേട്ടയാടി. ഒടുവിൽ മേവാറിലെ ധീരനായ റാണാസംഗന്റെ പുത്രൻ ഭോജ്രാജ് മീരയുടെ കൈപിടിക്കാൻ യോഗ്യനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെ മീരയുടെ വിവാഹം നടക്കുകയാണ്. മേവാറിലെ രാജകുമാരനുമായുള്ള ആ വിവാഹം ചരിത്രപ്രധാനമായിരുന്നു. രാജസ്ഥാനിലെ മണൽത്തരികളെ പോലും ഉണർത്തുന്ന വിധത്തിൽ ഭേരികളും ശംഖുകളും മുഴങ്ങി.
സ്വർണ്ണ നൂലുകൾ തുന്നിയ പട്ടുചേലകളും വിലപിടിപ്പുള്ള രത്നങ്ങളും ആ മംഗല്യത്തിന് മാറ്റുകൂട്ടി. വിവാഹശേഷം മേവാറിലെ സൂര്യവംശത്തിലേക്ക് മീര മരുമകളായി എത്തിയപ്പോൾ ചിത്തോർഗഡ് കോട്ട ഒരു ഉത്സവ പ്രതീതിയിലായിരുന്നു. വീരഗാഥകൾ ഉറങ്ങുന്ന ചിത്തോറിലെ മണ്ണ് അവളുടെ പുതിയ തട്ടകമായി മാറി. ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ കോട്ടയായിരുന്ന ചിത്തോർഗഡ് മാണിക്യക്കല്ലുകൾ പതിച്ച വിളക്കുകളാലും പട്ടുതോരണങ്ങളാലും അലങ്കരിക്കപ്പെട്ടു. വിവാഹശേഷം വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത കൊട്ടാരക്കെട്ടുകൾക്കുള്ളിൽ മീര തന്റെ പുതിയ ജീവിതം ആരംഭിച്ചു. ഭക്തിയുടെയും രാജകീയ പ്രതാപത്തിന്റെയും ഇടയിലുള്ള ആ ജീവിതം മീരയെ ഒരു ചരിത്ര പുരുഷിയാക്കി മാറ്റി. അവിടുത്തെ മാർബിൾ വിരിച്ച മണിമാളികകളുടെ ഉൾത്തളങ്ങളും നവരത്നങ്ങൾ പതിച്ച തൂണുകളും രാപ്പകലെരിയുന്ന സ്വർണ്ണ വിളക്കുകളും ചേർന്ന് മീരയെ സന്തോഷത്തോടെ വരവേറ്റു. രാജകീയ പ്രതാപത്തിന്റെ നടുവിലും മീരയുടെ മനസ്സ് തന്റെ ഗിരിധര ഗോപാലന്റെ പാതാരവിന്ദങ്ങളിൽ തന്നെയായിരുന്നു. വിവാഹശേഷം മേവാറിലെ രാജകൊട്ടാരത്തിൽ സകലവിധ സുഖ സൗകര്യങ്ങൾക്കും നടുവിലായിരുന്നു മീരയുടെ ജീവിതം. രത്നങ്ങൾ പതിപ്പിച്ച ആഭരണങ്ങളും പട്ടുടുപ്പുകളും ദാസീജനങ്ങളും അവൾക്കുണ്ടായിരുന്നു. എങ്കിലും ആഡംബരങ്ങളുടെ ആ കടലിനിടയിലും മീരയുടെ മനസ്സ് തന്റെ ഗിരിധരനെ തേടി അലയുകയായിരുന്നു. സകല സമൃദ്ധികൾക്കും നടുവിലെ ആ വലിയ ശൂന്യത പാവം മീരയെ ശ്വാസം മുട്ടിച്ചു. ലോകം അതിനെ ഐശ്വര്യം എന്ന് വിളിച്ചപ്പോൾ മീരയ്ക്കത് വെറും മണ്ണായിരുന്നു. പ്രിയപ്പെട്ടവന്റെ സാമീപ്യമില്ലാത്ത ആ കൊട്ടാരത്തിലെ ആഡംബരങ്ങൾ അവൾക്ക് സമൃദ്ധിക്കിടയിലെ ദാരിദ്ര്യം മാത്രമായി മാറി. കൊട്ടാരത്തിലെ ലൗകിക സുഖങ്ങളോട് വിരക്തി തോന്നിയ മീരയുടെ മുഖത്ത് പ്രണയത്തിന്റെയും ഭക്തിയുടെയും ഒരു പുതിയ തിളക്കം വിരിഞ്ഞു. ആഭരണങ്ങളെക്കാൾ കൂടുതൽ അവൾക്ക് അഴക് നൽകിയത് ഭഗവാനോടുള്ള ആ തീവ്രമായ അനുരാഗമായിരുന്നു. മീരയുടെ ഓരോ പുഞ്ചിരിയും അവളുടെ കണ്ണുകളിലെ ആ കൃഷ്ണ പ്രേമവും അവരെ ഭയപ്പെടുത്തി. കാരണം ആ പ്രകാശം തങ്ങളിൽ അധികാരത്തിന് മുകളിൽ വളരുന്നത് ആ അമ്മായിയമ്മയും നാത്തൂനും തിരിച്ചറിഞ്ഞു. ഒടുവിൽ നിശബ്ദമായ ഒരു രാത്രിയിൽ ആ ഇരുട്ടിൽ ഒളിച്ചിരുന്ന് അവർ ഒരു ക്രൂരമായ തീരുമാനമെടുത്തു. ഈ പ്രകാശം അണയ്ക്കപ്പെടണം, ഈ ശബ്ദം എന്നേക്കുമായി നിലയ്ക്കണം. അവർ ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? ഭക്തിയും ചതിയും നേർക്കുനേർ വരുന്ന ആ മഹാത്ഭുതം കാണാൻ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. മീരയുടെ ഈ കഥയുടെ 2ാം ഭാഗത്തിനായി നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ, എന്റെ ഈ ചെറിയ പരിശ്രമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ കമന്റ് ബോക്സിൽ ഹരേ കൃഷ്ണ എന്ന് കുറിക്കൂ. നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് വലിയൊരു പ്രചോദനമാണ്. കൂടാതെ എത്ര പേർ ഈ കഥ തുടരാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാനും ഇത് എന്നെ സഹായിക്കും. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.